സുഖായ കർമാണി കരോതി ലോകഃ. ഈ ലോകത്തിലുള്ള എല്ലാവരും സുഖത്തിന് വേണ്ടിയിട്ടാണ് രാവിലെ എഴുന്നേറ്റ് ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്. സംശയമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നിങ്ങൾ ആരെങ്കിലും മറിച്ചാണോ? അല്ല എന്നുള്ള അഭിപ്രായക്കാരുണ്ടോ? ഒരാളും ഇല്ല. കൊച്ചുകുട്ടികൾ തുടങ്ങി മനുഷ്യരായിട്ടുള്ള എല്ലാവരും അവര് സുഖം തേടിയാണ് ഇറങ്ങുന്നത്. പക്ഷേ നതൈ സുഖം വാ അന്യതുപാരമം വാ. ഈ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് ആർക്കും സുഖം കിട്ടുന്നതായിട്ട് കാണുന്നില്ല. അന്യത് എന്ന് പറഞ്ഞാൽ വിപരീത ദുഃഖം. അതിന്റെ ഉപാരതി അഥവാ അതിന്റെ പിൻവാങ്ങൽ കാണുന്നുമില്ല. ദുഃഖം നീങ്ങിപ്പോകുന്നതായിട്ടും കാണുന്നില്ല. വിന്ദേത ഭൂയഃ തതയേവ ദുഃഖം. തതയേവ എന്ന് പറഞ്ഞാൽ ആ കർമ്മം കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ, ദിവസവും ചെയ്യുന്ന കർമ്മം കൊണ്ട് ഭൂയഃ ദുഃഖമേവ വിന്ദേത. വീണ്ടും വർദ്ധിച്ച ദുഃഖമാണ് ഓരോരുത്തരും പ്രാപിക്കുന്നത്. ഇതല്ലേ നമ്മുടെ അവസ്ഥ? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മൾ ഓരോരുത്തരും? ഓരോ ദിവസവും സുഖം സമ്പാദിച്ച് 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 സുഖം പ്ലസ് സുഖം പ്ലസ് സുഖം പ്ലസ് സുഖം കൂട്ടി 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 സുഖത്തിന്റെ കൊടുമുടിയിൽ ഇരിക്കേണ്ടതായിരുന്നു നമ്മളൊക്കെ, അല്ലേ? ദിവസവും സുഖം കിട്ടിയിരുന്നെങ്കിൽ നമ്മളിപ്പോ സുഖത്തിന്റെ കൊടുമുടിയിലല്ലേ എല്ലാവരും ഇരിക്കേണ്ടത്? ആണോ? നിങ്ങളൊക്കെ ഇപ്പൊ സുഖത്തിന്റെ കൊടുമുടിയിലാണോ ഇരിക്കുന്നത്? ഓരോരുത്തർക്കും പ്രായം കൂടുന്തോറും ദുഃഖം വർദ്ധിക്കുന്നു. ശരിയാണോ? ഏറ്റവും അധികം വൃദ്ധരായിട്ടുള്ളവരാണ് ഏറ്റവും അധികം ആവലാതി പറയുന്നത്. അതുകൊണ്ട് വൃദ്ധരെ ആർക്കും വേണ്ട. കാരണം അടുത്തു പോയാൽ ആവലാതിയാ കേൾക്കുന്നത്, അല്ലേ? അപ്പൊ നിങ്ങളൊക്കെ ഇനി അങ്ങനെ ആവാനാ പോണ? എല്ലാരും വൃദ്ധരാവുക എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാതെ ആവലാതി പറയുന്ന കുറച്ച് ആൾക്കാരായിട്ട് മാറുകയാണ്. അതല്ല യഥാർത്ഥ വൃദ്ധത്വം. വൃദ്ധി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളർച്ചയാണ്, അല്ലേ? അഭിവൃദ്ധിയാണ് വൃദ്ധി. അപ്പൊ നമ്മൾ വൃദ്ധരാവുക എന്ന് പറഞ്ഞാൽ എന്താവണം? വളരണം. എങ്ങനെ വളരണം? എന്താ വളരാനുള്ള വഴി? വളരാനുള്ള വഴിയാണ് നല്ല ജ്ഞാനം സമ്പാദിക്കുക. അപ്പൊ നമ്മൾ ജ്ഞാനവൃദ്ധരായി തീരും. ജ്ഞാനം കൊണ്ട് വൃദ്ധിയെ പ്രാപിക്കും. നല്ല ശീലങ്ങൾ പിന്തുടരുക, സദാചാരം പിന്തുടരുക. അപ്പൊ ശീലവൃദ്ധന്മാരായിരിക്കും. അതിനും ഒരു ശക്തിയുണ്ട്. നമ്മുടെ മനസ്സിനൊക്കെ നല്ല വിൽ പവർ വന്നു ചേരും. മറ്റുള്ളവർക്കൊക്കെ നമ്മൾ മാതൃകയായിട്ട് മാറിത്തീരും. അല്ലാതെ വയസ്സുകൊണ്ട് മാത്രം വൃദ്ധന്മാരാവുകയല്ല. അതുപോലെ തപസ് എന്ന് പറഞ്ഞാൽ സ്വധർമാനുഷ്ഠാനമാണ് തപസ്. ഓരോരുത്തരും അവനവന്റെ ധർമ്മം മര്യാദയ്ക്ക് അനുഷ്ഠിച്ചാൽ അതൊരു വലിയ തപസ്സാണ്. സ്വധർമാനുഷ്ഠാനമേവ തപഃ എന്ന തപസ്സിന് വ്യാഖ്യാനമുണ്ട്. മറ്റൊരർത്ഥത്തിൽ തപസ് എന്നുള്ളത് ആലോചനയാണ്. ആലോചനയെ എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക എന്നാണ് തപസ്സിന് അർത്ഥം.